Good evening to all of you. Good evening, sir. Good evening, sir. Okay, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തുറന്നല്ലോ. Okay, sir. Yes, okay then. അപ്പോൾ നമുക്ക് സാധാരണ പോലെ നിങ്ങൾക്ക് സിനോണിംസും ആന്റണിംസും ആദ്യം തരാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ടെൻസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു, അത് അതിനുശേഷം പറയാം. സിനോണിംസിലെ ഫസ്റ്റ് വേർഡ് ഇതാണ് ഹോട്ടി, HAUGHTY. അപ്പൊ ഹോട്ടി എന്ന ഈ വേർഡിന്റെ സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇതിന്റെ സിനോണിം ഏതാണെന്ന് നമ്മൾ പറയണം. ഹോട്ടി എന്ന് പറഞ്ഞാൽ വെരി പ്രൗഡ്, അല്ലെങ്കിൽ ഗർവിതമായ, അഹങ്കാരം നിറഞ്ഞ, ഇതൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ ഹാപ്പി. ഹാപ്പി നിങ്ങൾക്ക് അറിയാം, സന്തോഷമുള്ള, അപ്പോൾ അതല്ല. ഓപ്ഷൻ ബി ഫോർച്ചുനേറ്റ്, FORTUNATE, അതും നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണ്, ഭാഗ്യമുള്ള, അല്ലെ. ഓപ്ഷൻ സി ആംഗ്രി, ANGRY, ആംഗ്രി. ഇത് നിസ്സാരമായ വേർഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ അത് എഴുതി കാണിക്കാത്തത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കാം, അറോഗന്റ്, ARROGANT. ARROGANT. അപ്പൊ ഹോട്ടി എന്നുള്ളതിന്റെ അറോഗന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കാം. അഹങ്കാരമുള്ള, അല്ലെങ്കിൽ ഗർവുള്ള, ഓവർ ബിയറിംഗ്, അല്ലെങ്കിൽ പ്രിസംപ്ചസ് എന്നൊക്കെ നല്ല പദങ്ങൾ അതിന് സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഹോട്ടി എന്ന വാക്കിന്റെ സിനോണിം അറോഗന്റ്. ഓപ്ഷൻ ഡി ആണ് ശരി. ഓക്കെ, നെക്സ്റ്റ് ക്ലംസി, CLUMSY. ക്ലംസി എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവലക്ഷണം നിറഞ്ഞ, അല്ലെങ്കിൽ അവലക്ഷണമായ, രൂപം കെട്ട, അൺസ്കിൽഫുൾ വിത്ത് ഹാൻഡ്സ്. പ്രിജ ഇത് പോയല്ല. അപ്പൊ ക്ലംസി എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപം കെട്ട, അല്ലെങ്കിൽ അവലക്ഷണമായ. അപ്പോ അതിന്റെ 4 ഓപ്ഷൻ ഞാൻ വായിക്കാം. അതിൽ ഏതാണ് എന്ന് നിങ്ങൾ പറയാം. ഒന്ന് ഡർട്ടി, DIRTY. ഡർട്ടി എന്താന്ന് നിങ്ങൾക്കറിയാം, അഴുക്കു നിറഞ്ഞ, അല്ലെങ്കിൽ വൃത്തികെട്ട, അല്ലെ. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ. ഓപ്ഷൻ സി ഇംപ്രസീവ്, IMPRESSIVE. ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രഷൻ തോന്നുന്ന, ആകർഷണീയമായ. ഓപ്ഷൻ ഡി നോക്കാം, ഓക്വേർഡ്, AWARD. AWARD, ഓക്വേർഡ്. ഓക്വേർഡ് എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ, അല്ലെങ്കിൽ തെറ്റായി രൂപകൽപ്പന ചെയ്ത, ഡിഫക്റ്റീവ്ലി ഡിസൈൻഡ്, കൈമിടുക്കില്ലാത്ത എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ക്ലംസി എന്നുള്ളതിന്റെ സിനോണിം ഇതിലേതായിരിക്കും? ഓക്വേർഡ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇതാണ് ക്ലംസി, അതിന്റെ സിനോണിമാണ് ഓക്വേർഡ്.
നെക്സ്റ്റ് തേർഡ് വൺ ഇതാണ് ക്യൂരിയോസിറ്റി. CURIOSITY. CURIOSITY. യെസ്, ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസയർ ടു നോ, ജിജ്ഞാസ അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ അതിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഈ ഓപ്ഷനിൽ ഏതാണെന്ന് പറയണം. ഒന്ന് ആങ്സൈറ്റി. ഓപ്ഷൻ എ ANXIETY. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയണത് ടെൻഷൻ, അതായത് ആകുലത അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അൺഈസിനെസ് ഓഫ് മൈൻഡ് റിഗാർഡിങ് എനി ഇവന്റ്, അതാണ് ആങ്സൈറ്റി, ഉത്കണ്ഠ. ഓപ്ഷൻ ബി ഏതാണെന്ന് നോക്കാം. ക്ലാരിറ്റി. CLARITY. CLARITY. ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തത അല്ലെങ്കിൽ സ്പഷ്ടത, വ്യക്തമായ എന്നല്ല. ക്ലാരിറ്റി. സുരഭി, ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണ്. അതിന്റെ മീനിങ് വ്യക്തത, ക്ലിയർനെസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സ്പഷ്ടത. ഓപ്ഷൻ സി നോക്കുക. ഡിസയർ. DESIRE. ഞാൻ കുറച്ച് ടഫ്നെസ് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേർഡാണ്. ഓപ്ഷൻ ഡി നല്ല ഒരു പദമാണ്. ഇൻക്വിസിറ്റീവ്നെസ്. ഇൻക്വിസിറ്റീവ്നെസ്. എന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാം. നല്ലൊരു വേർഡാണ് ഇൻക്വിസിറ്റീവ്നെസ്. ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അന്വേഷണ തൽപരത, അതായത് അറിയാനുള്ള ഒരു ആഗ്രഹം. അതിനെ നമുക്ക് ജിജ്ഞാസ എന്ന് വേണമെങ്കിൽ പറയാം. ക്വാളിറ്റി ഓഫ് ബീയിങ് ഇൻക്വിസിറ്റീവ്. അപ്പോ മൂന്നാമത്തെ വേർഡിന്റെ ഓപ്ഷൻ ഡി ആണ്. ക്യൂരിയോസിറ്റി എന്നുള്ളതിന്റെ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ശരിയായ ഒരു സിനണിം ഏതാണെന്ന് വെച്ചാൽ ഇൻക്വിസിറ്റീവ്നെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നല്ലൊരു വേർഡാണ്. ആ വേർഡിന്റെ സ്പെല്ലിംഗ് ഞാൻ എഴുതാം, അതിന്റെ ഉച്ചാരണം അല്പം വ്യത്യസ്തമാണ്. PLETHORA. അതിന്റെ ഉച്ചാരണം പ്ലിത്തറേ എന്നാണ്. പ്ലിത്തറേ. PLETHORA. പ്ലിത്തറേ. പ്ലിത്തോറ എന്ന് സാധാരണ ലെറ്റേഴ്സ് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ അതിന്റെ ശരിയായ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്ലിത്തറേ എന്നാണ്. പ്ലിത്തറേ എന്ന് പറഞ്ഞാൽ ആധിക്യം അല്ലെങ്കിൽ ബാഹുല്യം, ഓവർ സപ്ലൈ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ കൂടാതെ നമ്മൾ മെഡിക്കൽ ടേംസ് പ്ലിത്തറ എന്ന വാക്കിന്റെ മീനിങ് ആൻഡ് അബ്നോർമൽ എക്സസ് ഓഫ് റെഡ് കോർപ്പസൽസ് ഇൻ ദ ബ്ലഡ്. രക്തത്തില് ചുവന്ന രക്താണുക്കളുടെ ആധിക്യത്തെയും പ്ലിത്തറേ എന്ന് നമ്മൾ പറയും. abnormal excess of red corpuscles in the blood. അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ പ്ലിത്തറ എന്നുള്ളതിന്റെ സിനണിം ഏതാണെന്ന് നിങ്ങൾ പറയാം. ഒന്ന് ഓപ്ഷൻ എ റയർ. RARE. റയർ എന്ന് പറഞ്ഞാൽ വിരളമായ. അപ്പൊ അതല്ല. സിദ്ധാർത്ഥ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഓപ്ഷൻ ബി നോക്കാം. അബണ്ടൻസ്. ABUNDANCE. അബണ്ടൻസ്.
അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആധിക്യം അല്ലെങ്കിൽ ബാഹുല്യം. മറ്റൊരു വേർഡാണ് ചീപ്പ്, CHEAP. ചീപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിസ്സാരമായ എന്നർത്ഥമുണ്ട്, അതുപോലെ വില കുറഞ്ഞ. ഓപ്ഷൻ ഡി സ്കേഴ്സ്, SCARC. SCARC, സ്കേഴ്സ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അപൂർവമായ. സ്കേഴ്സിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അപര്യാപ്തത അല്ലെങ്കിൽ അപര്യാപ്തമായ. നോട്ട് പ്ലെന്റിഫുൾ, ഫൗണ്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പൊ പ്ലിതറെ എന്നുള്ളതിന്റെ സിനണിം ഏതായിരിക്കും? അബണ്ടൻസ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ ഇതാണ് സെൻഷർ, CENSURE. CENSURE. സെൻഷർ എന്ന് പറഞ്ഞാൽ ശാസന അല്ലെങ്കിൽ പ്രതികൂലമായ അഭിപ്രായം, ഹോസ്റ്റൈൽ ഒപ്പീനിയൻ. സെൻഷർ എന്ന വേർഡ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറ്റപ്പെടുത്തുക എന്നർത്ഥം അതിനുണ്ട്. അപ്പോൾ സെൻഷർ മീൻസ് അൺഫേവറബിൾ ഓർ അഡ്വേഴ്സ് ജഡ്ജ്മെന്റ്. പ്രതികൂലമായ അഭിപ്രായം, വിപരീത അഭിപ്രായം എന്നൊക്കെയാണ് ആ വാക്കിന്റെ മീനിങ്. അതിന്റെ സിനണിംസ് ഓപ്ഷൻ വായിച്ചു നോക്കാം. ഇതിലേതാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഒന്ന് ചാർജ്, CHARG. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് നമ്മള് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറ്റം ചുമത്തുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക. പോലീസ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തി എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ബ്ലെയിം, BLAME, ബ്ലെയിം. ബ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുക. അത് നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ സി ഡിസപ്രൂവൽ, DISAPPROVAL, ഡിസപ്രൂവൽ. ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസമ്മതം അല്ലെങ്കിൽ എതിരഭിപ്രായം. ഒരു വേർഡിന് തന്നെ പല മീനിങ്സ് ഉണ്ട്. നമുക്ക് ഏതാനും ചില മീനിങ്സ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സിനണിമായിട്ട് പറയാം. മറ്റൊന്ന് അനിമസ്, ANIMUS, എതിരഭിപ്രായം അല്ലെങ്കിൽ വിസമ്മതം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഓപ്ഷൻ ഡി അറ്റാക്ക്, ATTACK, അറ്റാക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും സെൻഷർ എന്നുള്ളതിന്റെ സിനണിം? ഇതിൽ ഏതായിരിക്കും പറയാമോ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. അതായത് സെൻഷർ സിനണിമാണ് ഡിസപ്രൂവൽ. ഒന്നുകൂടി പറയാം. ഹോട്ടി അതിന്റെ സിനണിമാണ് അറോഗൻസ്. ക്ലംസി എന്റെ സിനണിമാണ് ഓക്വേർഡ്. ക്യൂരിയോസിറ്റി എന്റെ സിനണിമാണ് ഇൻക്വിസിറ്റീവ്നെസ്. നെക്സ്റ്റ് പ്ലിതറെ അതിന്റെ സിനണിമാണ് അബണ്ടൻസ്. സിദ്ധാർത്ഥ്, കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കാൻ കാരണം കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയണ പൊന്മാൻ. അപ്പോ അടുത്തത് പ്ലിതറെ എന്ന വാക്കിന്റെ സിനണിമാണ് അബണ്ടൻസ്. സെൻഷർ അതിന്റെ സിനണിം ഡിസപ്രൂവൽ. റിജോ അതിന്റെ നേമ്പ് ഉണ്ടല്ലോ.
ആരോ സ്ക്രീൻ ഷെയർ ചെയ്യണ്ടോ എന്നോ? ഓക്കെ, നമുക്ക് അടുത്താണ് ആന്റണിംസ് ഓർ ഓപ്പോസിറ്റ്സ് അല്ലേ? ഓക്കെ, ശരിയായിരുന്നു. നെക്സ്റ്റ് ആന്റണിംസില് ആദ്യത്തെ വേർഡാണ് ഓണറബിൾ. HONOURABLE. ഓണറബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ അഭിമാനാർഹമായ, വർത്തി ഓഫ് ഓണർ, ആദരണീയമായ അല്ലെങ്കിൽ വർത്തി ഓഫ് എസ്റ്റീം. സത്യസന്ധമായ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തന്നെ. ഓണറബിൾ എന്ന് പറഞ്ഞാൽ ആദരണീയനായ. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ഇവിടെ ചോദ്യം. 4 ഓപ്ഷൻ. ഒന്ന് മിസ് ഓണറബിൾ. മിസ് ഓണറബിൾ എന്നൊരു വേർഡില്ല. ഓണറബിൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട. സിദ്ധാർത്ഥന് കേൾക്കാൻ പറ്റണല്ലേ? ഞാൻ 3 മീനിങ്സ് അതിന് പറഞ്ഞു. ഒന്ന് ബഹുമാനപ്പെട്ട, അല്ലെങ്കിൽ അഭിമാനാർഹമായ, പിന്നെ ആദരണീയമായ. ഓക്കെ, ഓപ്ഷൻ എ മിസ് ഓണറബിൾ, മറ്റൊന്ന് അൺഓണറബിൾ. അങ്ങനെ ഒരു വേർഡില്ല. ഓപ്ഷൻ സി ഡിസോണറബിൾ. DISHONOURABLE. ഡിസോണറബിൾ. അതെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള അതിന്റെ ആന്റണിം. പിന്നെ 4ാമത്തെ ഒന്ന് വന്നിട്ടുണ്ട് ഇവിടെ, നോൺ ഓണറബിൾ. അങ്ങനെ ഒരു വാക്കില്ല. അപ്പോ ഓണറബിൾ എന്നുള്ളതിന്റെ ആന്റണിം ഡിസോണറബിൾ. നെക്സ്റ്റ് അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സ്ട്രൈറ്റ്. STRAIGHT. സ്ട്രൈറ്റ്. സ്ട്രൈറ്റ് എന്ന വാക്കിന്റെ മീനിങ് ആന്റണിംസ് ആണ് ഇവിടെ പറയണത്. യെസ്, നോക്കാം. സ്ട്രൈറ്റ് എന്ന വാക്കിന്റെ ആന്റണിം ഈ 4 ഓപ്ഷനിൽ ഏതാണെന്ന് പറയണം നിങ്ങൾ. ഒന്ന് ഒന്നാമത്തെ വേർഡ് ഇതാണ്. അപ്പൊ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താണ്? ഋജുവായ, നേരെ നിൽക്കുന്ന, ഡയറക്റ്റ് ഓർ അപ്രൈറ്റ്, ഓട്ടമില്ലാത്ത എന്നൊക്കെ നമുക്ക് മീനിങ് പറയാം. അതിൽ ഒന്നാമത്തെ വേർഡ് ഇതാണ്. അതിന്റെ ആന്റണിംസിൽ തന്നിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഒന്ന് ടാൻജീനിയൽ. TANGENIAL. ടാൻജീനിയൽ എന്ന് പറഞ്ഞാൽ ഒന്നിനു പിറകെ ഒന്നായ, 1 by 1. ഓപ്ഷൻ ബി നോക്കാം. പെർവേഴ്സ്. PERVERSC. ഞാൻ ഈ ഓരോ വാക്കുകളുടെയും മീനിങ് നിങ്ങളോട് പറയണത് നിങ്ങൾക്ക് അത്രയും നല്ല വൊക്കാബുലറി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പെർവേഴ്സ് എന്ന് പറഞ്ഞാൽ വികൃതമായ, വൃത്തികെട്ട. നെക്സ്റ്റ് ഓപ്ഷൻ സി നാരോ. NARROW. നാരോ, ഇടുങ്ങിയ. യെസ്, കേൾക്കാൻ പറ്റണല്ലേ? ഋജോ കേൾക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇതിന് കാണുന്നില്ല. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. ഇവിടെ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. പെർവേഴ്സ്, മറ്റൊന്ന് നാരോ. NARROW. നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ. ഓക്കെ,
മറ്റൊന്ന് ഓപ്ഷൻ ഡി ഇതാണ്, പ്രൂഫ്ഡ്. CROOKED. പ്രൂഫ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രമായ അല്ലെങ്കിൽ വളർന്ന. ഉണ്ടോ? ഇറഗുലർ നമുക്ക് പറയാം. അപ്പോ സ്ട്രൈറ്റ് എന്ന വാക്കിന്റെ ആന്റണിം പ്രൂഫ്ഡ് എന്ന വേർഡാണ്, പ്രൂഫ്ഡ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് തേർഡ് വൺ ഇതാണ്, ബെസ്റ്റോ. BESTOW. ബെസ്റ്റോ. ബെസ്റ്റോ എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ട്. സൂക്ഷിക്കുക, അടുക്കുക, നൽകുക, പ്രദാനം ചെയ്യുക എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. ബെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ലേ ഇൻ സ്റ്റോൾസ്, അതായത് സൂക്ഷിക്കുക, അടുക്കി വെക്കുക, അല്ലെങ്കിൽ നൽകുക, എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിന് ബെസ്റ്റോ എന്ന് പറയും. പ്രദാനം ചെയ്യുക എന്നൊക്കെ മീനിങ് ഉണ്ട്. അതിന്റെ ആന്റണിംസിൽ ഏതാണെന്ന് നിങ്ങൾ പറയാം. അട്രാക്ട്. ഒന്നാമത്തെ വേർഡ് ഇതാണ്, ATTRACT, അട്രാക്ട്. അട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആകർഷിക്കുക. അട്രാക്ഷൻ ആണ് അതിന്റെ നൗൺ ഫോം, ആകർഷണം. ഓപ്ഷൻ ബി നോക്കാം, ഹെയ്റ്റ്. HATE, ഹെയ്റ്റ്. ഹെയ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വെറുപ്പ്, അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വെറുക്കുക, ഡിസ്ലൈക്ക്. ഓപ്ഷൻ സി നോക്കാം, ടേക്ക് അവേ. ടേക്ക് അവേ. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എടുത്തു മാറ്റുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ഓപ്ഷൻ ഡി, പൊല്യൂട്ട്. POLLUTE, പൊല്യൂട്ട്. പൊല്യൂട്ട് എന്താ? മലിനമാക്കുക അല്ലെങ്കിൽ മേക്ക് ഹോൾ. ഇതില് ബെസ്റ്റോ എന്നതിന്റെ ആന്റണിം ടേക്ക് അവേ എന്ന തേർഡ് ഓപ്ഷൻ ആണ് ശരി. അത് ക്ലിയർ അല്ലേ? ഫോർത്ത് വൺ ഇതാണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. ബാർബേറിയൻ. BARBARIAN. BARBARIAN, ബാർബേറിയൻ. ബാർബേറിയൻ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതൻ. അപരിഷ്കൃതൻ അല്ലെങ്കിൽ പരിഷ്കാരമില്ലാത്തയാൾ, അൺസിവിലൈസ്ഡ് പേഴ്സൺ. കാട്ടാളൻ എന്നൊക്കെ നമുക്ക് പറയാം. ബാർബേറിയൻ എന്നുള്ളതിന്റെ സിനോണിംസ് ആന്റണിം ഒന്ന് സിവിലൈസ്ഡ്. CIVILISED. സിവിലൈസ്ഡ്. സിവിലൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പരിഷ്കൃതനായ വ്യക്തി, സിവിലൈസ്ഡ് അല്ലെ? നെക്സ്റ്റ് ഓപ്ഷൻ സി, അൺകൾച്ചേർഡ്. അൺകൾച്ചേർഡ്. അൺകൾച്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരശൂന്യൻ അല്ലെ? സംസ്കാരശൂന്യമായ. യെസ് സുനിത. ബെസ്റ്റോ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ടേക്ക് അവേ. അപ്പൊ നോക്കാം. അൺകൾച്ചേർഡ് എന്ന് പറഞ്ഞാൽ കൾച്ചർ ഇല്ലാത്ത, സംസ്കാരമില്ലാത്ത. മറ്റൊന്ന് ഓപ്ഷൻ സി ഇതാണ്, ഫോറിനർ. FOREIGNER. ഫോറിനർ എന്ന് പറഞ്ഞാൽ വിദേശി അല്ലെ? ഓപ്ഷൻ ഡി, ഫൂൾ. FOOL, ഫൂൾ. അപ്പൊ ബാർബേറിയൻ എന്നുള്ളതിന്റെ ആന്റണിം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
റെഡിയല്ലേ? നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ അടുത്തായിട്ട് പറയാം. സ്കേഴ്സിറ്റി. SCARCITY. സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷാമം. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡ് ഇതാണ് സ്പാഴ്സിനസ്. SPARSCNESS. സ്പാഴ്സിനസ്. സ്പാഴ്സിനസ് എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത റയർ, അത് നമുക്കറിയാം, വിരളമായ. മറ്റൊന്ന് കോപ്പിയസ്നസ്. COPIOUSNESS. കോപ്പിയസ്നസ് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളമുള്ള. അടുത്ത DEARTH, ഡെർത്ത്. ഡെർത്ത് എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ വളരെ സാധ്യത കുറവുള്ള. അപ്പൊ സ്കേഴ്സിറ്റി എന്നുള്ളതിന്റെ ആന്റണിം ഇതിൽ ഏതായിരിക്കും? കോപ്പിയസ്നസ് എന്ന ആ വേർഡാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രാമർ പോർഷനിലെ ടെൻസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തതായിട്ട് അത് തുടങ്ങിയാലോ? നമുക്ക് അറിയാവുന്നതാണെങ്കിൽ. എന്തിന്റെ സ്പെല്ലിംഗ് ആ ദീപിക വേണ്ടത്? ഓക്കെ. സ്കേഴ്സിറ്റി. SCARCITY. സ്കേഴ്സിറ്റി. ഓക്കെ, ഞാനൊന്നുകൂടി പറയാം. ഇപ്പൊ ഓണറബിൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസോണറബിൾ. സ്ട്രൈറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ക്രൂപ്ഡ്. ബെസ്റ്റോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ടേക്ക് അവേ. ബാർബേറിയൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിവിലൈസ്ഡ്. സ്കേഴ്സിറ്റി അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോപ്പിയസ്നസ്. COPIOUSNESS. കോപ്പിയസ്നസ്. ഇനിയിപ്പോ നിങ്ങളുടെ സംശയം, ഞാൻ ടെൻസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ലല്ലോ? ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഇങ്ങനെ ആൻസർ ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ. സൗണ്ട്. അതെ, ഇവിടെ ഭയങ്കരമായ മഴയാണ്, അതുകൊണ്ടായിരിക്കണം. റിജോ നോക്കാം. സൗണ്ട് എന്താണാവോ ക്ലിയർ ആവാത്തത്? ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പല ആൾക്കാരും ചോദിച്ചൊരു സംഭവമാണ് ടെൻസസ് ഇൻ ഇംഗ്ലീഷ്. ഈ ടെൻസ് എന്ന വാക്കിന്റെ മീനിങ് എന്താ? കാലം എന്നാണ് മലയാളത്തിൽ നമ്മൾ അതിന് പറയണം. കാലം. ഇപ്പോ ടെൻസ് എന്ന വേർഡ്, കാലം എന്നാണ് അതിന്റെ മീനിങ്. ടെമ്പസ് എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെൻസ് എന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ടെമ്പസ്? TEMPUS. ടെമ്പസ് മീൻസ് ടൈം. അതിൽ നിന്നാണ് ടെൻസ് എന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോ the word tense, the English word tense is derived from the Latin word tempus, which means time. Tense നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ tense shows the time of an action. കാലം പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തികളുണ്ട്, ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, ഈ നമ്മൾ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തികളുണ്ട്. ഇവയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടെൻസുകൾ. ഈ ടെൻസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗ്രാമറിലെ മറ്റു പല ഭാഗങ്ങളും നമുക്ക് അനായാസമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നോക്കാം, ഞാൻ അതിലേക്ക് കടക്കണില്ല. ടെൻസ് യഥാർത്ഥത്തിൽ 3 ടെൻസുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. പ്രസന്റ് ടെൻസ്, അതായത് വർത്തമാനകാലം. അടുത്താണ് പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇത് പക്ഷേ ഞാൻ അതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ഈ ക്ലാസ്സിൽ പലർക്കും അത് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞു. അതുകൊണ്ടാണ്. നോക്കാം, പ്രസന്റ് ടെൻസ് എന്ന ആ ഭാഗം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഈ പ്രസന്റ് ടെൻസിന് 4 ഉപവിഭാഗങ്ങളുണ്ട്, അതായത് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അടുത്തതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് എന്ന ടെൻസിനെ തന്നെ നമുക്ക് പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് വിളിക്കാം. അടുത്തതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ്. യെസ്, അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ പ്രസന്റ് ടെൻസിന് 4 അതെ, നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ആ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഈ ടെൻസ് നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് കൂടിയായിട്ട് നിങ്ങൾ ഇത് കണക്കാരനായിരിക്കും നല്ലത്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ അത് ഉപകരിച്ചോട്ടെ. അതുകൊണ്ടാണ്, നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല. ഓക്കെ, അല്ല, ഞാനത് വളരെ ലളിതമായിട്ടാണ് ഇപ്പൊ നിങ്ങളോട് പറയണത്. നേരത്തെ ചില പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുള്ളതാണ്. റാങ്ക് ഫെയിലോ? നിങ്ങൾക്കിത് ടഫ്നെസ് തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് പല പിള്ളേർക്കും ടെൻസുകളെ കുറിച്ച് വലിയ ധാരണയില്ല. യെസ്, ഓക്കെ തന്നെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് ആദ്യത്തെ ടെൻസ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു തീർക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ആദ്യത്തെ ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് സാധാരണ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു സെന്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ആദ്യം തന്നെ ആദ്യം തന്നെ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് രീതി അനുസരിച്ച് നമ്മളൊരു വാക്യം നിർമ്മിക്കുമ്പോൾ അതിലാദ്യം സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട്. അതായത് 12 ടെൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഈ 12 ടെൻസുകളിലും വാക്യങ്ങൾ നിർമ്മിക്കുമ്പോൾ സബ്ജക്ട് ആദ്യം ഉണ്ടായിരിക്കണം, അതിനുശേഷം വെർബ് ഉണ്ടായിരിക്കണം, പിന്നെ ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക,
സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാക്യം ഇപ്പൊ ആരോ പറഞ്ഞ് അവൾ മാർക്കറ്റിലേക്ക് പോകുന്നു. ആ വാക്യം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ പറയും? നിങ്ങൾ ആദ്യം അതിന്റെ സ്ട്രക്ചർ മാത്രം മനസ്സിലാക്കുക, അതിനുശേഷം അതിന്റെ ഉപയോഗം മനസ്സിലാക്കിയാൽ മതി. അവൾ മാർക്കറ്റിലേക്ക് പോകുന്നു. ആരോ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഗോസ് ടു ദ മാർക്കറ്റ്. ഷീ ഗോസ് ടു ദ മാർക്കറ്റ് അല്ലേ? അവൾ മാർക്കറ്റിലേക്ക് പോകുന്നു. ഇവിടെയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കൽ കൂടി അത് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി പറയണതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് എഗ്രിമെന്റ് ഓഫ് ദ സബ്ജക്ട് വിത്ത് ദ വെർബ് ഓർ കോൺകോർഡ് എന്നാണ് നമ്മൾ ഗ്രാമറിൽ പറയുന്നത്. ഇപ്പൊ സിദ്ധാർത്ഥ് നോവൽ വായിക്കുന്നു നമ്മളപ്പോ എങ്ങനെ പറയും? സിദ്ധാർത്ഥ് ഒരു നോവൽ വായിക്കുന്നു. സിദ്ധാർത്ഥ് റീഡ്സ് എ നോവൽ അല്ലേ? നോക്കൂ, ഇപ്പൊ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞത് മാത്രം പോരാ, അതിനെ നിങ്ങൾ നെഗറ്റീവ് ആക്കണം, അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം, അതിന്റെ പാസീവ് വോയിസ് എഴുതണം. ഒറ്റ സെന്റൻസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും. സിദ്ധാർത്ഥ് റീഡ്സ് എ നോവൽ. ആ വാക്യം അങ്ങനെ നെഗറ്റീവ് ആക്കും. സിദ്ധാർത്ഥ് നോവൽ വായിക്കുന്നില്ല എന്ന് നമുക്ക് അർത്ഥം കിട്ടണം. സിദ്ധാർത്ഥ് doesn't read a novel. ഇപ്പൊ ഡസൻറ്റ് എന്ന് ഉപയോഗിക്കാൻ കാര്യം എന്താണ്? വെർബിനോടൊപ്പം യെസ് ഓർ ഇ എസ് കാണാം. ഒരു വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് ഉണ്ടെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡസ് എന്ന ഓക്സിലിയറി ആയിരിക്കും. ഇപ്പൊ സിദ്ധാർത്ഥ് ഡസൻറ്റ് റീഡ് എ നോവൽ. ഇനി അത് നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും? ആ ഡസ് എന്നുള്ള ആ ഓക്സിലിയറി സബ്ജക്റ്റിന് നോക്കാം. അതങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കും. ഞാൻ വീണ്ടും പറയാം. ഡസ് എന്നുള്ള ആ ഓക്സിലിയറി സബ്ജക്റ്റിന് മുന്നിലായിട്ട് എടുത്തു വെക്കാം. അപ്പൊ എന്താവും? ഡസ് സിദ്ധാർത്ഥ് റീഡ് എ നോവൽ. ഡസ് സിദ്ധാർത്ഥ് റീഡ് എ നോവൽ. ഡസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെർബിന്റെ ആദ്യത്തെ ഫോം V1 ഉപയോഗിക്കാവൂ. ഡസ് സിദ്ധാർത്ഥ് റീഡ് എ നോവൽ. ഷിജിൻ വർഗീസ്, എന്താ സംശയമുള്ളതെന്ന് ചോദിക്കാം. ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കും, അതിന്റെ പേരിലാണ്. ഡസ് ആണോ? അത് ഞാൻ പറയാൻ വരണുള്ളൂ. നോക്കാം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പൊ സിദ്ധാർത്ഥ് റീഡ്സ് എ നോവൽ. ആ വാക്യം നിങ്ങൾ നോക്കാം. അതിലെ സബ്ജക്ട് ഏതാണ്? സിദ്ധാർത്ഥ്, സിംഗുലർ ആണ്. റീഡ്സ് അതും സിംഗുലർ ആണ്. അത് സിംഗുലർ ആണ് എന്ന് പറയുന്നതിന് കാരണം ഒരു വെർബിന്റെ ആദ്യത്തെ ഫോം എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതിനോടൊപ്പം എസ് എന്ന് ചേർത്താൽ അത് സിംഗുലർ ആവും. റീഡ് അതിന്റെ സിംഗുലർ ഫോം ആണ് റീഡ്സ്. റൈറ്റ് അതിന്റെ സിംഗുലർ ഫോം ആണ് റൈറ്റ്സ്. ഗോ അതിന്റെ സിംഗുലർ ആണ് ഗോസ്. അതുപോലെ ഈറ്റ് സിംഗുലർ ഫോം ആണ് ഈറ്റ്സ് ഉണ്ടോ? അതുപോലെ പ്ലക്ക് അതിന്റെ സിംഗുലർ ആണ് പ്ലക്സ്. അപ്പൊ നോക്കാം. അപ്പൊ വെർബ് സിംഗുലർ ആണെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡസ് എന്നായിരിക്കും. അതെ, സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഡസ് എന്ന് ഉപയോഗിക്കുന്നത്. വെർബ് പ്ലൂറൽ. അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ നിങ്ങളോട് പറയാം, നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കുക. ഷീ ഗോസ് ടു ദ മാർക്കറ്റ്. ആ വാക്യം നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഷീ ഡസ് നോട്ട് ഗോ ടു ദ മാർക്കറ്റ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? ഡസ് ഷീ ഗോ ടു ദ മാർക്കറ്റ്.
ആ ഡസ് എടുത്ത് സബ്ജക്റ്റിന് മുമ്പിൽ വെക്കാം. അതിന്റെ പാസീവ് ഫോം നമ്മൾ എങ്ങനെ എഴുതും? ആ വാക്യത്തിന് പാസീവ് എഴുതാൻ പറ്റില്ല, കാരണം അതിൽ ഓബ്ജക്റ്റ് ഇല്ല. ഓബ്ജക്റ്റ് ഉള്ള വാക്യങ്ങൾക്ക് മാത്രമേ പാസീവ് എഴുതാൻ സാധിക്കൂ. ഒരു വാക്യമാണ് നിങ്ങളോട് പറഞ്ഞത്. അടുത്തത് ഞാൻ വേറൊരു സെന്റൻസ് പറയാം. ദേ ഗോ ടു ദ മാർക്കറ്റ്. ദേ ഗോ, അവിടെ ഗോസ് എന്ന് ഉപയോഗിക്കരുത്, കാരണം ദേ എന്നുള്ളത് പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോ എന്നതൊരു വെർബിന്റെ ആദ്യത്തെ ഫോമാണ്, അത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ നമ്മള് ദേ ഗോ ടു ദ മാർക്കറ്റ് അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും? ദേ ഡോണ്ട് ഗോ ടു ദ മാർക്കറ്റ്. ഡു ദേ ഗോ ടു ദ മാർക്കറ്റ്? അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വെർബിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് ഉണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഓക്സിലിയറി ഡസ് എന്നായിരിക്കും. ഇപ്പൊ ഗോസ് എന്ന് പറഞ്ഞാൽ ഗോസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഗോ. സ്പീക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡസ് പ്ലസ് സ്പീക്ക്. റൈറ്റ്സ്, ഡസ് പ്ലസ് റൈറ്റ്. hates, H-A-T-E-S, hates, does plus hate. Loves, L-O-V-E-S, loves, does plus love. ഉണ്ടോ? ഇതുപോലെ ഒരു വെർബിന്റെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള വെർബിൽ ഒളിഞ്ഞിരിക്കുന്ന ഡു എന്നായിരിക്കും. ഇപ്പൊ ലവ് എന്ന വേർഡ് തന്നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡു പ്ലസ് ലവ്. റൈറ്റോ? Do plus right. See, do plus see. ഏത് വെർബിന്റെയും ആദ്യത്തെ ഫോമില് V1-ൽ ഡു എന്ന ഓക്സിലിയറി ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യമായ സമയത്ത് മാത്രം അത് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു വാക്യ നിർമ്മാണം. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. When you construct a sentence in the simple present tense, you have to remember this rule. That is, if the subject is in the singular form, the verb must also be in the singular form. And if the subject is in the plural form, the verb must also be in the plural form. Then, to turn a verb into singular, add s or es to the base form or V1. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 3 കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഒരു വെർബിനെ സിംഗുലർ ആക്കാൻ അതിനോടൊപ്പം എസ് ഓർ എസ് എന്ന് ചേർക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വാക്യം നിർമ്മിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. കൂടാതെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വേഗം പറയാം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കേൾക്കാത്ത ആൾക്കാർ, കിട്ടാത്ത ആൾക്കാർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. That is also a revision exercise to you. Simple present tense is primarily used to show a habitual action. നമ്മൾ പതിവായി ചെയ്യുന്ന അല്ലെ പതിവായി നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറയണം. I get up at 5 AM. I get up at 5 AM. ഞാൻ രാവിലെ 5 മണിക്ക് ഉണരുന്നു. That means ഞാൻ പതിവായി ഉണരാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ? ഇപ്പൊ ഷിജിൻ വർഗീസ് goes to church on Sundays. ഷിജിൻ വർഗീസ് goes to church on Sundays. ഷിജിൻ വർഗീസ് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു, സ്ഥിരമായി പോവാറുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം.
നെക്സ്റ്റ് സിമ്പിൾ പ്രസന്റ് മറ്റൊരു ഉപയോഗമാണ് കൃഷ്ണാന്തോ ശരിയാണ്. ഹി ഡ്രിങ്ക്സ് ടീ എവറി ഡേ. മറ്റൊന്ന് സിമ്പിൾ പ്രസന്റൻസിന്റെ മറ്റൊരു ഉപയോഗമാണ് ടു എക്സ്പ്രസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. അതായത് പ്രപഞ്ച സത്യങ്ങള് പ്രപഞ്ചത്തിന് ഉണ്ടായ കാലം മുതൽ ഇപ്പോഴും സത്യമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സജിത്രാജ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, പിന്നെ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഇങ്ങനെയുള്ള പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അല്ല, പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ സുനിത നമുക്ക് ഗോസ്റ്റ് സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പതിവായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ് ഓർ പെർമനന്റ് ട്രൂത്ത്സ്. സ്ഥിരമായ സത്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ജലം 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യുന്നു. അതൊരു സയന്റിഫിക് ഫാക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും? വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ, അതൊരു പെർമനന്റ് ട്രൂത്ത് ആണ്. മരത്തടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതെ, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. സോപ്പ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, സോപ്പ് വെള്ളത്തിൽ ലയിക്കുന്നു. If that object is soap, that will get dissolved in water. സോപ്പ് ആണെങ്കിൽ അത് വെള്ളത്തിൽ ലയിക്കും. ഇനി അടുത്തതായിട്ട് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് പ്രോവർബ്, കൊട്ടേഷൻസ് അവിടേക്ക് ഉപയോഗിക്കും. പിന്നെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഭാവി കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ പറയാം അവൻ അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകുന്നു. തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന കാര്യമാണ്, ഒരു പ്രീ പ്ലാൻഡ് ആക്ഷൻ ആണ്. നമ്മൾ ആ വാക്യം എങ്ങനെ പറയും? ഹി ഗോസ് എബ്രോഡ് നെക്സ്റ്റ് മന്ത്. ഹി ഗോസ് എബ്രോഡ്, ABROAD. എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിദേശത്ത്. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത്. The Prime Minister, Prime Minister visits Kerala next month. എന്ന് പറഞ്ഞാൽ എന്താണ്? It is already planned that the Prime Minister will visit Kerala next month. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ? The train leaves at 5:20. ട്രെയിൻ 5:20 പുറപ്പെടുന്നു. ഡൗട്ട് ചോദിക്കാൻ സമയമായോ? ഓക്കെ, ഞാൻ ഇതിന്റെ ഉപയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോവർബ്സ്, കൊട്ടേഷൻസ് എന്നിവ, ഉദ്ധരണികൾ, പഴഞ്ചൊല്ലുകൾ എന്നിവ പറയാനും നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ ഇത് ഉപയോഗിക്കും. അതുപോലെ കമന്ററീസ്, ഇപ്പൊ ക്രിക്കറ്റ് കമന്ററി ആണെങ്കിലും ഫുട്ബോൾ കമന്ററി ആണെങ്കിലും അതിനെല്ലാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിനോടൊപ്പം നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്ന ചില ടൈം വേർഡ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓൾവേസ്, ഡെയിലി, എവറി ഡേ. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ ഉപയോഗം അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സംശയം ചോദിക്കാം. റിജോ അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയാം. സർ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. പേരെന്താ? ക്ലാസിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മൃദുല.
ആദ്യത്തെ ക്ലാസ് ആണോ അത്? അതെ അതെ അതെ. ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ റൊട്ടേഷനിൽ മറ്റു ക്ലാസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇപ്പൊ ടെൻസ് എന്ന് പറയുന്ന സംഭവം ഞാനിപ്പോ ആദ്യമായിട്ടാണ് കുറച്ച് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നേരത്തെ, പക്ഷെ എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല. നമ്മൾ വിശദമായിട്ട് തന്നെ അത് പറയണം നിങ്ങളോട്. ഇത് വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ടെൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് പുസ്തകം നോക്കിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഒരാൾ പറഞ്ഞു തരണ പോലെ ആവില്ല അത്, നിങ്ങൾ പുസ്തകം നോക്കി പഠിച്ചാൽ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. ഹലോ സർ, സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞ ക്ഷാമോന്നല്ലേ? ക്ഷാമം. അതിന്റെ ഓപ്ഷൻ ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? സ്കേഴ്സിറ്റി അല്ലേ? സ്കേഴ്സിറ്റി ഓപ്ഷൻ കോപ്പിയസ്നെസ്. അതിന്റെ അടുത്ത വേർഡ്സുകൾ ഒന്നും വിട്ടുപോയായിരുന്നു. ഒന്നാമത്തെ വേർഡ് ഇതാണ്, സ്പാർസിനെസ്. സ്പാർസിനെസ്. മറ്റൊന്ന് റയർ. പിന്നെ ഓപ്ഷൻ DEARTS. ഓക്കെ സർ. ഓക്കെ സാർ, ഡൂം ഡെസും വരുന്ന ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഏതാ? ഡൂം ഡെസും. ഡസ് അല്ലേ? അതൊക്കെ വരുന്ന കേസസ് മാത്രം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ലൊരു സംശയമാണ് ചോദിച്ചത്. ഇവിടുന്ന് ഓക്കെ നോട്ട് ചെയ്തോ. അപ്പൊ ഡു ഡസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്കത് ഒരു വെർബ്, ആ വെർബിന്റെ ഒപ്പം എസ് എന്നുണ്ടെങ്കിൽ, എസ് പറയണ സ്പീക്സ് എന്ന് പറയണം. അതിൽ എസ് ഇല്ലേ? SPEAKS, അവസാനം എസ് എന്ന് വന്നിട്ടുണ്ട്. അതിൽ വെർബിന്റെ ഒപ്പം എസ് എന്നുണ്ടെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഓക്സിലിയറി വെർബ് ഡസ് എന്നായിരിക്കും. നോക്കാം, സ്പീക്സ്, ഡസ്. പക്ഷെ സ്പീക്ക് എന്നാണെങ്കിലോ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഡു എന്നായിരിക്കും. ഡു പ്ലസ് സ്പീക്ക്. വേർഡിന്റെ കൂടെ എസ് വന്നാല് ഡസ് ചേർക്കണം. വേർഡിന്റെ കൂടെ എസ് വന്നാൽ ആ വേർഡിനുള്ളില് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി വെർബ് അത് ഡസ് എന്നായിരിക്കും. അപ്പൊ ആ ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാനും അതിനെ ക്വസ്റ്റ്യൻ ആക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡസ് എന്നായിരിക്കും. താങ്ക് യു സാർ. ഓക്കെ, ഇനി നിങ്ങളുടെ മറ്റുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ പറയാം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അടുത്ത ദിവസം തന്നെ ഒരു 10 സെന്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. So she goes to the market. Rijo watches TV. Shalini speaks English. They pluck mangoes. So Sindraj arrives here early in the morning. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കണം. അതിന് ഈ നിയമം മാത്രം ഓർത്തിരുന്നാൽ മതി. ഓർക്കേണ്ട നിയമം ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? യെസ്, നിയമത്തിലുള്ളൂ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇതിൽ വലിയ ആനക്കാര്യമൊന്നുമില്ല. അല്പം നമ്മളൊന്ന് ഓർത്തിരുന്നാൽ പറ്റും. ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അത് ഒരിക്കലും നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. HAUGHTY, ഹോട്ടി എന്ന് പറഞ്ഞാൽ ഗർവിതമായ അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞ.
റഫീഖ് സാർ വന്നോ? യൂസ് ചെയ്യുമ്പോ അവിടെ എന്താ ഇല്ല. വെർബില് എസ് ഫോം യൂസ് ചെയ്യണോ? എന്നാ വരുന്നേ? പുള്ളി 15th വരും. ഓക്കെ സാർ. പറയാം. ആരോ സംശയം ചോദിക്കണ്ടായിരുന്നു. സർ, ഡസ് യൂസ് ചെയ്യുമ്പോ അവിടെ വെർബിന്റെ അവിടെ എസ് ഫോം പിന്നെ യൂസ് ചെയ്യേണ്ടതില്ലല്ലോ? പിന്നെ ഉപയോഗിക്കരുത്. അതായത് ഡസ് എന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ ആദ്യത്തെ ഫോം എസ് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞാൽ മതി. ആരാ ചോദിച്ചത് സംശയം? ദയ. ഞാൻ പറയണ ഒരു വാക്യം പറയണ, ദയ വാട്ടേഴ്സ് പ്ലാന്റ്സ്. ദയ വാട്ടേഴ്സ് പ്ലാന്റ്സ്. ദയ ചെടികൾ നനയ്ക്കുന്നു. ആ വാക്യം നമ്മൾ നെഗറ്റീവ് ആക്കണ എങ്ങനെയായിരിക്കും? ദയ ഡസ് നോട്ട് വാട്ടർ, പിന്നെ വാട്ടേഴ്സ് ഉപയോഗിക്കരുത്. ഡസ് നോട്ട് വാട്ടർ പ്ലാന്റ്സ്. ഡസ് ദയ വാട്ടർ പ്ലാന്റ്സ്? അത് ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, അതിപ്പോ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വാക്യമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സാർ, ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴും ഇതേ സെയിം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്? അതെ 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 അതെ. ഇപ്പൊ ദയ വാട്ടേഴ്സ് പ്ലാന്റ്സ്, ആ വാക്യത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? അപ്പോഴും നമ്മൾ ഡസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഓക്സിലിയറി വെർബ് തെരഞ്ഞെടുക്കലിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ദയ വാട്ടേഴ്സ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വാട്ടേഴ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഡസ് ആണ്. അപ്പൊ ഡസ് എന്ന് പുറത്തേക്ക് എടുക്കുക, അതിന്റെ ഒപ്പം നോട്ട് എന്ന് ചേർക്കുക. കാരണം ഇഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് പോസിറ്റീവ് ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. അപ്പോൾ ഡസിന്റെ ഷീ എന്നായിരിക്കും അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ. താങ്ക് യു സാർ. ഡസിന്റെ ഷീ. തന്നെ എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കാം? സർ, ഇപ്പൊ ക്ലാസ് എടുക്കുന്ന പ്രിപ്പയർ ചെയ്യുവാണോ അതോ സാർ ഇത് കഴിഞ്ഞിട്ട് നോട്ട് ഉണ്ടാവുമോ? എങ്ങനെയാ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടേ? ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാലേ, അതായത് നിങ്ങൾ PSC എക്സാം എഴുതുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PSC മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും നമ്മൾ ആൻസർ ചെയ്യിക്കുന്നത്. പക്ഷെ ഈ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ഗ്രാമർ അറിഞ്ഞിരിക്കണം. PSC എക്സാമിനേഷൻ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 2 സബ്ജക്റ്റാണ് ഇംഗ്ലീഷും മാത്സും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 10 മാർക്ക് വീതമാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഗ്രാമർ സാധനങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ മാർക്ക് കിട്ടും. യെസ്, നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് എഴുതണം, അതാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഓരോന്ന് പറഞ്ഞു തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം ഒരു നോട്ട്ബുക്കായിട്ട് അവിടെ ഇരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. ഞാൻ പറയണ അനുസരിച്ച് നിങ്ങൾ സംശയം ചോദിക്കണം. നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ കുറെ നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതല്ല, ക്ലാസ് മറ്റേ ടെൻസിന്റെ ക്ലാസ് തുടങ്ങിയപ്പോഴേ കുറച്ച് സ്പീഡിലാണ് സാറ്, കാരണം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നായിരുന്നേ. അപ്പൊ സാറിങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു കുറച്ച് പേർക്ക് എടുത്തതായത് കൊണ്ട് കുറച്ച് സ്പീഡിൽ പോകുന്നു. പക്ഷെ അങ്ങനെ എടുക്കരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. എത്ര ഇംഗ്ലീഷിൽ ടെൻസ് പഠിച്ചെന്ന് പറഞ്ഞാലും പിന്നെയും കയ്യിൽ നിന്ന് കിട്ടും എക്സാമിന്റെ ടൈം ആകുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയണ രേഷ്മേ, എല്ലാ മനുഷ്യർക്കും ഒരുപാട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അറിയാത്തൊരു സംഭവമാണ് എന്ത്, എസ്പെഷ്യലി ടെൻസസ് ഇൻ ഇംഗ്ലീഷ്. കാരണം അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡിയേ സാധിക്കുള്ളൂ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് അത് പഠിച്ചിട്ട് മാറ്റി വെക്കരുത്. ഇത് ശരിക്കും കുറച്ച് നാള് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ
അതാണ് ചെയ്യേണ്ടത്. റെപ്പറ്റീഷൻ ആണ് ഏറ്റവും വലിയ സ്കോർ. ശരി. അല്ല ഞാൻ അത് പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ആയിക്കോട്ടെ, കുറച്ച് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ സ്ലോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. കാരണം ഇവിടെ ശരി. മറ്റേത് കുട്ടികൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന്. അപ്പൊ അതെല്ലാവർക്കും കിട്ടണ്ടേ? പക്ഷെ നേരത്തെ പറഞ്ഞാലും മറന്നു പോകും സാർ. ഇത് മറന്നു പോകാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യലുള്ളത്. അതെ അതെ. അപ്പൊ ഞാനിത് നിങ്ങളോട് വ്യക്തമായിട്ട് ഇങ്ങനെ പറയണത്, ഞാൻ എൻ്റെ ആ ഒരു പഠന സമയത്ത് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറ്റില്ല. അത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ ആരും ചെയ്യാറില്ല, അതുകൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത്. അപ്പൊ നമ്മള് ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒരു സെന്റൻസ് എഴുതണം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒരാളോട് സംസാരിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻസ് ആണ്. പുസ്തകത്തിൽ മാത്രം നോക്കി നിങ്ങൾ പഠിച്ചാൽ ഇതൊരിക്കലും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണല്ലേ പറയണം കേട്ടോ. സാറ് പറയണത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പിന്നീട് മറന്നു പോവാണ്. റിവൈസ് ചെയ്യാത്തോണ്ടാണ്. അല്ല, അതിന് പ്രധാന കാര്യം ഇതാണ് തന്നെയാ. നമ്മളത് 1-2 ദിവസം മാത്രം റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരൊറ്റ ദിവസം ഒരൊറ്റ ടെൻസ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിലാകെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഒരു വെർബിനെ സിംഗുലർ ആക്കാൻ എസ് ഓർ എസ് എന്ന് ചേർക്കണം. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്ന് നോക്കിക്കോ, ഒരിക്കലും മറക്കില്ല. റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവോ സാറേ? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല ഇപ്പൊ. 3 തെറ്റിയ 1 മാർക്ക് പോകും. അതെ. അല്ല, ഇത് ഇംഗ്ലീഷ് എന്ന ഈ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ മാർക്ക് പോലും പോകില്ല. ഇംഗ്ലീഷിനും മാത്സിനും അതാണ് ഗ്യാരണ്ടി പറയണത്. മറ്റത് ജനറൽ നോളജ് എന്നൊക്കെ പറഞ്ഞാൽ അത് പല വാസ്റ്റ് ഏരിയ എന്ന് ചോദിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ 20 മാർക്കല്ലേ, 10 മാർക്ക് 100 മാർക്കിലാണോ? 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മാത്സ്. അല്ല, ഇപ്പോഴത്തെ സ്ട്രക്ചർ എനിക്ക് വലിയ ഇതില്ല. പറഞ്ഞോ. സിലബസ് പലതാ സാറേ. സിലബസ് പലതാ. സിലബസ് 10 മാർക്കാണ്. LDC അല്ല, ഇപ്പൊ ഓരോ പരീക്ഷകൾക്കും വ്യത്യസ്തമാണത്. ഇപ്പൊ LDC അതുപോലെ പിന്നെ പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതിന് ഇംഗ്ലീഷ് ഉൾപ്പെടുന്നുണ്ടല്ലോ. അല്ല, അപ്പൊ ആ ഒരു എക്സാമിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു മാസക്കാലത്തോളം കിട്ടുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സമയല്ലേ? അപ്പൊ ഓക്കെ, ദെൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് അതിന്റെ ഇനി അടുത്ത ക്ലാസ് എന്തായിരിക്കും? ഇനി അടുത്ത ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. നെക്സ്റ്റ് അടുത്ത ട്യൂസ്ഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. Thank you, sir. Good night. Okay, thank you, sir. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു സർ.